ഈ മഴ ഇപ്പോൾ കാലം തെറ്റിയാണ് വരുന്നത്. നമുക്കറിയാം ഈ ഏപ്രിൽ മാസത്തിലൊക്കെ കൊടും വേനൽ അനുഭവിക്കേണ്ട സമയമാണ്. ചൂട് ഇല്ലെന്നല്ല, പക്ഷേ എങ്കിലും കനത്ത മഴയും അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് ഇത്തരത്തിൽ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം? തന്നെ എന്താണ് മനസ്സിലാക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണമൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ ആധികാരികമായൊക്കെ പറയേണ്ടി വരും. പക്ഷേ ബിനുവിന് ഓർമ്മയുണ്ട് 2018 ഒരു മഴ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അതാണ് അല്ലേ? പേടിയാണ്. പ്രളയം ഉണ്ടാവുമോ? പ്രത്യേകിച്ച് ഒരു മഴ ഒരു 2 മണിക്കൂർ, നമ്മളിപ്പോ കൊച്ചിയിൽ നിൽക്കുന്നതായോണ്ട് 2 മണിക്കൂർ തോരാതെ ഒരു മഴ പെയ്താൽ കൊച്ചി മുങ്ങും, കൊച്ചി വെള്ളത്തിനടിയിലാകും. അപ്പൊ നമുക്ക് ആ തിരുവനന്തപുരം അങ്ങനെ തന്നെയാണ്. തമ്പാനൂര് ബസ് സ്റ്റാൻഡിലൊക്കെ പിന്നെ നിൽക്കാൻ കഴിയാത്ത വെള്ളപ്പൊക്കം വെള്ളമൊക്കെ കയറി അങ്ങ് പിന്നെ ഒരു മുങ്ങിപ്പോവോ എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത ഭയം വരും. അപ്പൊ ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് മഴയെന്ന് കേൾക്കുമ്പോഴേ നമുക്കുള്ള പേടി അതാണ്. ഇപ്പൊ ഈ ഭൂകമ്പം, ചക്രവാത ചുഴി, ന്യൂനമർദ്ദ ബംഗാൾ ഉൾക്കടലിൽ, പിന്നെ ഭൂകമ്പ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, ഇനി സുനാമിക്ക് വരെ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ സമയം വരെ വല്ലാത്തൊരു, ഇപ്പൊ മഴയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും എപ്പോഴും മഴയാ. ഇപ്പോ എപ്പോ വേണമെങ്കിലും വരാം. അതായത് മുമ്പ് നമുക്കറിയാം 2018 മുമ്പ് ഈ നമ്മൾ TV ചാനലുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മഴ ദൂരദർശനിലൊക്കെയാണ് കാലാവസ്ഥ പറയുന്നത്. മറ്റ് ഏഷ്യാനെറ്റ് പോലുള്ളത് കാലാവസ്ഥ പറഞ്ഞാലും മഴ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മാത്രമേ പറയത്തുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ പരിശോധിച്ച ഒരു ചെറിയ മഴ പെയ്ത ഉടനെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇങ്ങനെ വരുവാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രളയം നമുക്ക് ഉണ്ടാക്കിയ ഒരു ഭീകരമായ അവസ്ഥയാണ്. അതൊരു പക്ഷേ അന്ന് ഈ മന്ത്രിയുടെ ഭാഗത്തെ വീഴ്ചകളുണ്ട്. ഇത്തരത്തിൽ ഡാമുകൾ യഥാസമയം തുറന്നു വിടാതിരുന്നതും ഒക്കെ ഈ പ്രളയത്തിൻ്റെ രൂക്ഷത വർദ്ധിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് കൃത്യമായി പഠനം നടത്തിയിരുന്നെങ്കിൽ ഇത്തരം വലിയ പ്രളയങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ മഴയെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോൾ മഴ കൂടുതലാണ്. പണ്ട് നമുക്കറിയാം ജൂണിൽ സ്കൂൾ തുറക്കുമ്പോഴായിരുന്നു മഴ, പിന്നെ അത് മഴ 2 മാസം കഴിയുമ്പോൾ കഴിയും. ഇപ്പം അങ്ങനൊന്നുമില്ല. ജൂണിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ജനുവരി വരെ അങ്ങ് പോകും. പിന്നെ ഫെബ്രുവരി, മാർച്ച് മാത്രമായിരിക്കും ചിലപ്പോൾ 2 മാസമായിരിക്കും ചൂട് വന്നാൽ വലിയ ചൂട്. ഇപ്പൊ തന്നെ ഏപ്രിലൊക്കെ കനത്ത മഴ. അത് മാത്രമല്ല, ഈ മഴ പ്രളയമൊക്കെ വന്നതിന് ശേഷം നമ്മൾ എന്ത് മുൻകരുതലുകൾ എടുത്തു? ഒരു മുൻകരുതലുകളും ഇല്ല. ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ തീരദേശത്ത് താമസിക്കുന്ന, അന്ന് പ്രളയകാലത്തൊക്കെ കടലിന്റെ മക്കളാണ് രക്ഷകരായത്. എന്നിട്ട് അവർക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും അവര്, എനിക്ക് തോന്നുന്നു, സമരത്തിലാണ് പല ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്. ഇനിയും ഒരു പ്രളയമോ ഒരു വെള്ളപ്പൊക്കമോ ഒരു എന്തെങ്കിലും ദുരന്തമോ ഒക്കെ ഉണ്ടായാൽ സഹായിക്കാൻ അവർ മുന്നിട്ടിറങ്ങും, അവരുടെ ജീവൻ പോലും കളഞ്ഞുകൊണ്ട് എന്നുള്ളതാണ്. ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് ഏത് സമയം വേണമെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായി വീടുകൾ നശിക്കാൻ, ജീവൻ നഷ്ടപ്പെടാം. അവർക്ക് എന്ത് മുൻകരുതലാണ്? ഇപ്പൊ ജപ്പാനിലൊക്കെ ഭൂകമ്പ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഭൂകമ്പ സാധ്യത ഉള്ളത് കൊണ്ട് ഒരു ബെല്ല് മുഴങ്ങും എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവർ ജാഗ്രത പാലിച്ച് ഇന്ന സ്ഥലങ്ങളിൽ പോകുക എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ കുറെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള മുൻകരുതലുകളോ മുന്നൊരുക്കങ്ങളോ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കസ്തൂരിരംഗൻ പോലുള്ള പല എന്താ പറയുക റിപ്പോർട്ടുകളും ഒക്കെ അവഗണിച്ചുകൊണ്ട് മഴ വരട്ടെ, അപ്പൊ നോക്കാം, വരുമ്പോഴല്ലേ അപ്പൊ നോക്കാം എന്നുള്ള സ്ഥിതി തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ വയനാട് ചൂരൽമല, മുണ്ടക്കൈയൊക്കെ എടുത്ത് നോക്കിയാൽ ടൗൺഷിപ്പൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ നഷ്ടപ്പെട്ടവരുടെ അവരുടെ മക്കളെ ജീവൻ തിരിച്ചു കൊടുക്കാൻ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തിയിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ഇത് വരാനുള്ളത് വഴി തങ്ങില്ല. അത് ശരിയാണ്, അതൊക്കെ ഒരു ഇതിൽ നമുക്ക് പറഞ്ഞു നിർത്താം. പക്ഷെ എങ്കിൽ പോലും ഇത്രയൊക്കെ നടന്നിട്ടും ഇവിടെ എന്ത് മുൻകരുതലുകൾ എടുത്തു? മാധവ് ഗാഡ്ഗിലൊക്കെ 2013 തന്നെ ഇതൊക്കെ പ്രവചിച്ചിരുന്നു. പശ്ചിമഘട്ട മലനിരകളുടെയൊക്കെ ആ ഒരു പ്രശ്നങ്ങളും എല്ലാം വളരെ വിശദമായി തന്നെ ആ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ മുൻകരുതലുകൾ എടുക്കാൻ തയ്യാറായില്ല. M.M. മണിയൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ഡാം തുറന്നതിനെയൊക്കെ കുറിച്ച്. കാരണം എത്ര പേരുടെ ജീവൻ പൊലിഞ്ഞൊരു സംഭവമാണെന്നറിയോ. അത്തരത്തിൽ ഒരുപാട് മുൻകരുതലുകൾ എടുക്കാൻ കഴിയും. അതായത് വയനാട് ഈ ചൂരൽമല, മുണ്ടക്കൈ ദുരന്തത്തിലൊക്കെ തന്നെ മുൻകൂട്ടി ഇത്തരത്തിൽ ആൾക്കാരെ മാറ്റാവുന്ന സംവിധാനങ്ങളുണ്ട്, ഇതറിയാനുള്ള പല സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം കുറേ പേർ അന്ന് സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അത് പിന്നീട് അതിനെക്കുറിച്ചൊരു മുൻകരുതൽ നടപടികളോ ഇനി ഉണ്ടായാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല.
അതെ കറക്റ്റാണ്. ആ പറഞ്ഞതാണ് ശരി. ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഒരു പിന്നെ ദുരന്തം ഉണ്ടാകുമ്പോൾ വാർത്താ ചാനലുകൾക്ക് കുറെ റേറ്റിംഗ് കിട്ടാൻ കുറെ സംവിധാനം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി വൈകുന്നേരം 6 മണിക്ക് വന്നിരുന്ന് പിന്നെ കുറെ എന്താ പറയുക തള്ളലുകൾ നടത്തുന്നു. ഇതിനപ്പുറം അത് കഴിഞ്ഞങ്ങ് പോയി. നഷ്ടപ്പെട്ടവർക്ക് മക്കളെ നഷ്ടപ്പെട്ടത്, അച്ഛൻ നഷ്ടപ്പെട്ട, അമ്മ നഷ്ടപ്പെട്ടവരും പിന്നെ ബന്ധുക്കളെ ഉറ്റവരെയും ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർക്ക് മിച്ചം, പോയവർക്ക് പോയി. പക്ഷേ ഇനി വരുമ്പോ ഇനി ഇങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ വിചാരിക്കും തിരുവനന്തപുരം ജില്ലയല്ലേ, അതുകൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും, ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു വലിയ മഴ പെയ്താൽ തിരുവനന്തപുരത്തെ വിഴുങ്ങാം. കൊച്ചിയെ സംബന്ധിച്ച് ഇപ്പോ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് വിള്ളല് പറയുന്നുണ്ട്, കാലപ്പഴക്കം പറയുന്നുണ്ട്, പിന്നെ വെള്ളത്തിന്റെ തോത് കൂടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ 6 or 7 ജില്ലകൾ ഒലിച്ചു പോകുമെന്നാണ് റസൽ ജോയി അടക്കമുള്ളവർ പറയുന്നത്. 1,30,00,000 ജനങ്ങളുടെ ജീവനാണ് പോകുന്നതെന്ന് പറയുന്നു. നമ്മൾ പറയും അത് പൊട്ടില്ല. അത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൊണ്ടുപോകുന്ന തമിഴ്നാടാണെങ്കിൽ ഇത് പൊട്ടിയാൽ 5 ജില്ലകളാണ് വരൾച്ചയുടെ വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഇതിലെന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഇവർ ഉറപ്പാക്കിയിരിക്കുന്നത്? മഴ വരുന്നു, കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നു, കേരളത്തിന്റെ മുന്നറിയിപ്പുകൾ തരുന്നു എന്ന മുന്നറിയിപ്പ് തന്നാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഇട്ടിട്ട് എങ്ങോട്ടാണ് ഓടേണ്ടത്? ഒരു മുന്നറിയിപ്പ് തരാൻ എളുപ്പമാണ്. ഇന്ന സ്ഥലത്ത് മഴ പെയ്യും, ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട്, ഇതൊക്കെ പ്രഖ്യാപിക്കാം, റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കാം. പക്ഷേ പ്രഖ്യാപിച്ചിട്ട് നമ്മളൊക്കെ എങ്ങോട്ട് പോകുമെന്ന് കൂടെ പറഞ്ഞു തരണം. തീരദേശത്തേക്ക് പോകാൻ പറ്റൂല, മലയോര പ്രദേശത്തേക്ക് പോകാൻ പറ്റില്ല, വെള്ളം ഏറ്റവും കൂടുതൽ കയറുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മളൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടത്? ദുരിതാശ്വാസ ക്യാമ്പുകളും ഒക്കെ ഇത്തരത്തിൽ ഈ വെള്ളം കയറിയതിനു ശേഷമാണ് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അന്വേഷിച്ചിറങ്ങുന്നതേ അപ്പോഴാണ്. പിന്നെ അതിനുശേഷം വീണ്ടും അവരെ അവിടെ തന്നെ പാർപ്പിക്കും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടപടിക്രമങ്ങളോ ഈ പുലിമുട്ടുകൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ കടലോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് പുലിമുട്ടുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇരവിപുരത്തൊക്കെ പുലിമുട്ടുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അത് കടലിൻ്റെ തീരങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വൻ തിരമാലകളെ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീടുകളിലേക്ക് വെള്ളം കയറില്ല. പക്ഷേ ഇതൊക്കെ കുറേ പേർക്ക് കമ്മീഷൻ അടിക്കാനും ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ കിട്ടുന്ന കമ്മീഷൻ അടിക്കാനും MLA ഉൾപ്പെടെ തയ്യാറാകുന്നൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു സ്ഥായിയായ ഒരു മാറ്റം അതാണ് വേണ്ടത്. ഇപ്പം മഴ പെയ്യുമ്പം അവിടെ വെള്ളം കയറുന്നു, അവരെ കൊണ്ടുവന്ന് കുറേ സ്കൂളിൽ ആക്കുന്നു, ആ സ്കൂളിന് അവധി കൊടുക്കുന്നു, അവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു. ഇത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറേ ചാനലുകാർ വന്ന് ഇവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു, അവിടെ പഴകിയ ബ്രെഡ് കൊടുത്തെന്ന് പറയുന്നു, അങ്ങനെ അത് വാർത്തയാകുന്നു. അതിനുശേഷം അവിടുന്ന് വീണ്ടും മഴ മാറുമ്പോൾ വീണ്ടും കൊണ്ടുവന്ന് അവിടെ ആക്കുന്നു. എന്നതിലപ്പുറം ഇതിനൊരു സ്ഥായിയായ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. ഒന്നുകിൽ അവർക്ക് മറ്റൊരു പുനരധിവാസം ഉറപ്പാക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റ് സംവിധാനങ്ങൾ, പുലിമുട്ടുകൾ പോലെയുള്ള കടലിനെ തടയാൻ, തിരമാലകളെ തടയാൻ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുക. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇനി കുറെ ജീവനുകൾ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു മുൻകരുതലുകളെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അല്ലാതെ മഴ വരുമ്പോൾ മുന്നറിയിപ്പുകൾ നൽകിയിട്ട് ഒരു കാര്യമില്ല. മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഈ തൊടുപുഴയ്ക്ക് ആ ഭാഗത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ 5 പേരെ ഒരുമിച്ചാണ് ഉരുൾപൊട്ടി മരണപ്പെടുക. ആ വീട് പോലും നമ്മൾ ചെന്ന് കണ്ട വീടേ ഇല്ല, ഫുള്ള് മണ്ണിനടിയിലായി. മണ്ണിനടിയിൽ നിന്നാണ് ആളുകൾ എടുക്കുന്നത്. അവിടെയുള്ള ജനങ്ങളോട് വന്ന പാറ കഷ്ണം എന്തോ ഒരു വലിയൊരു മരത്തിന്റെ ഇടയിൽ തട്ടി നിന്നതുകൊണ്ട് 41 കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ഈ ഒരൊറ്റ കുടുംബത്തിൽ 5 പേര്, അച്ഛൻ, അമ്മ, 2 മക്കൾ, ഭർത്താവ്, കുഞ്ഞ്, ഇത്രയും പേരാണ് മരിച്ചത്. ബാക്കി 41 വീട്ടിലെ ആളുകൾ രക്ഷപ്പെട്ടത് ഈ മരത്തിന്റെ ഇടയിൽ ഈ പാറക്കല്ല് തട്ടി നിന്നതുകൊണ്ടാണ്. എന്നിട്ട് അവർക്ക് മഴ വന്ന സമയത്ത് നേരത്തെ ഇതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അവരെ മാറ്റി താമസിക്കാനോ മാറ്റി പാർപ്പിക്കാനോ അവിടുത്തെ അധികൃതർ തയ്യാറായില്ല. അങ്ങനെ പോയിരുന്നുവെങ്കിൽ ആ 48 കുടുംബങ്ങൾക്കും നഷ്ടം. അത്രേ ഉള്ളൂ. സർക്കാരുകൾ ഓരോരുത്തർ വരും, അനുശോചനം അറിയിക്കും, 5 ലക്ഷം 10 ലക്ഷവും പാരിതോഷികം എന്തായിരുന്നു, ധനസഹായം നൽകും, പോവും. ഇത്രയാണ് മഴ വരുമ്പോ ഇവിടെ സംഭവിക്കുന്നത്. ധനസഹായം 5,000 രൂപ മുതൽ 1 ലക്ഷം വരെ ധനസഹായം, ഇത്രയേ ഉള്ളൂ.